RK വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കും നമ്മുടെ സ്വപ്നത്തിലേക്കും ചിറക് വിരിച്ച് പറക്കാൻ സാധിക്കൂ. അവസരങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്രചോദിപ്പിക്കുന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. ചൈനീസ് മുളയുടെ പാഠം, ക്ഷമയും വളർച്ചയും. നമുക്ക് നോക്കാം. ചൈനീസ് മുളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്ഭുതകരമായ ഒരു സസ്യമാണത്. അതിൻ്റെ വളർച്ചയുടെ കഥ ജീവിതത്തിൽ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കർഷകൻ ചൈനീസ് മുളയുടെ വിത്ത് നട്ടു. ദിവസവും അവൻ അതിന് വെള്ളമൊഴിച്ചു, വളമിട്ടു, നല്ലപോലെ പരിപാലിച്ചു. ആദ്യ വർഷം അവൻ കാത്തിരുന്നു, പക്ഷേ ഒരു മുള പോലും മണ്ണിന് മുകളിലേക്ക് വന്നില്ല. രണ്ടാം വർഷവും അവൻ അതുപോലെ പരിപാലിച്ചു, പക്ഷേ ഒരു മാറ്റവും കണ്ടില്ല. മൂന്നാം വർഷവും നാലാം വർഷം കഴിഞ്ഞുപോയി. എന്നിട്ടും മണ്ണിന് മുകളിൽ ഒരു തളിര് പോലും ഉണ്ടായില്ല. ഗ്രാമത്തിലുള്ളവർ അവനെ കളിയാക്കി. എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? ആ വിത്ത് ചീത്തയായിരിക്കുമെന്ന് ഗ്രാമത്തിലുള്ളവരും വീട്ടിലുള്ളവരും അദ്ദേഹത്തെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു. എന്നാൽ കർഷകൻ നിരാശനായില്ല. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. അവൻ ദിവസവും മുളകൾക്ക് വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്തുകൊണ്ടിരുന്നു. അഞ്ചാം വർഷം ഒരു അത്ഭുതം സംഭവിച്ചു. ചെറിയ തളിരുകൾ മണ്ണിന് മുകളിലേക്ക് വന്നു. അടുത്ത 6 ആഴ്ചകൾക്കുള്ളിൽ ആ മുളകൾ ഏകദേശം 80 അടി ഉയരത്തിൽ വളർന്നു. കർഷകനെ കളിയാക്കിയവർ അമ്പരന്നു. ഇതെങ്ങനെ സംഭവിച്ചു? 6 ആഴ്ച കൊണ്ട് 80 അടി വളർന്നു? അവർ അത്ഭുതത്തോടെ ചോദിച്ചു. കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് 6 ആഴ്ച കൊണ്ട് വളർന്നതല്ല, 5 വർഷവും 6 ആഴ്ചയും കൊണ്ടാണ്. ആദ്യത്തെ 5 വർഷം അതിൻ്റെ വേരുകൾ ഭൂമിക്കിടയിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. ശക്തമായ ഒരു അടിത്തറയില്ലാതെ ഇത്രയും ഉയരത്തിൽ വളരാൻ അതിന് കഴിയുമായിരുന്നില്ല. ഈ കഥ അവസരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. അവസരങ്ങൾ എല്ലായ്പ്പോഴും പ്രകടമാകില്ല. ചൈനീസ് മുളയുടെ വളർച്ച പോലെ ചില അവസരങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വെളിപ്പെടില്ല. ചിലപ്പോൾ അവ മണ്ണിനടിയിലെ വേരുകൾ പോലും മറിഞ്ഞിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കുകയും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നമ്മൾ കാണുന്ന വിജയത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും പഠനവും പരിശീലനവും ഉണ്ടാവും. അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ തക്കവിധം സ്വയം സജ്ജരാവാൻ നമ്മൾക്ക് അടിസ്ഥാനപരമായ കഴിവുകളും അറിവും ഉണ്ടാവണം. ഒരു അവസരം പെട്ടെന്ന് വരുമ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനോ പുതിയ അറിവ് നേടാനോ ഉള്ള ഒരു സൂചനയായി അതിനെ കാണുക. അതുപോലെ തന്നെ ക്ഷമയും സ്ഥിരതയും. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉടൻ ഫലം കണ്ടില്ലെന്ന് വരാം. അത്തരം സമയങ്ങളിൽ നിരാശപ്പെടാതെ സ്ഥിരതയോടെ മുന്നോട്ട് പോകുക. ചൈനീസ് മുളയിലെ കർഷകനെ പോലെ നിങ്ങളുടെ പരിശ്രമത്തിൽ വിശ്വാസം അർപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏതൊരു വിജയത്തിനും ശക്തമായ ഒരു അടിസ്ഥാനം ആവശ്യമാണ്. ഈ അടിസ്ഥാനം നമ്മുടെ അറിവ്, കഴിവുകൾ, അനുഭവങ്ങൾ, ബന്ധങ്ങൾ, മാനസിക കരുത്ത് എന്നിവയെല്ലാമാകും. ഈ വേരുകൾ ആഴത്തിൽ പോകുമ്പോൾ മാത്രമേ അവസരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ. അടിത്തറ ശക്തമായ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് അതിവേഗം വളരാൻ കഴിയും. 5-ാം വർഷം മുളകൾ അതിവേഗം വളർന്നതുപോലെ ശരിയായ സമയത്തും ശരിയായ തയ്യാറെടുപ്പ് കൂടിയും വരുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചേക്കാം. അവസരങ്ങൾ തേടിപ്പോകാനും അവയെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പഠിക്കാനും അവയ്ക്കായി സ്വയം തയ്യാറാകാനും ഈ കഥ ഒരു പ്രചോദനമാവട്ടെ. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.